എല്ലാവർക്കും സ്വാഗതം. KLFിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്ന ഒരു സെഷനാണ്. ഈ സെഷനിൻ്റെ വിഷയം യാത്രാമൊഴി, യാത്രകളെക്കുറിച്ച് ഒരു സംവാദം എന്നുള്ളതാണ്. നമുക്കറിയാം, യാത്ര എന്നുള്ളത് മനുഷ്യനെ നിരന്തരം നവീകരിക്കുകയും പുതുക്കുകയും മാറ്റിത്തീർക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണെന്നറിയാം. അത്തരം അനുഭവങ്ങൾ മനുഷ്യൻ സാമൂഹ്യ ജീവിയായി ജീവിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള ഒന്നാണ്. യാത്രയെക്കുറിച്ചുള്ള ഓർമ്മകൾ, യാത്രയെക്കുറിച്ചുള്ള എഴുത്തുകൾ, യാത്രയെക്കുറിച്ചുള്ള ദൃശ്യചിത്രീകരണങ്ങൾ ഒക്കെയും മനുഷ്യനെ യാത്രാനുഭവത്തോളം തന്നെ എത്തിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു ചരിത്രം എന്നുള്ളത് യാത്രികർ എഴുതി വെച്ച എഴുത്തിൻ്റെ, അത്തരം എഴുത്തുകളുണ്ടാക്കിയ ചരിത്രരേഖകളുടെ ചരിത്രം കൂടിയാണ് ഇന്ത്യക്കാരൻ്റെയും മലയാളിയുടെയും ചരിത്രം എന്നുള്ളത്. അത്തരം ചരിത്രമാണ്. നമുക്കറിയാം, ഇന്ത്യക്കാർ വലിയ രീതിയിൽ യാത്ര ചെയ്ത ആളുകളല്ല. യാത്രാനുഭവങ്ങൾ വളരെ പരിമിതമായ ഒരു നാടാണ് നമ്മുടേത്. പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യക്കാരുടെ, ഭാരതീയരുടെ യാത്രകൾ പരിമിതപ്പെട്ടിരുന്നു. നമ്മൾക്ക് മതപരമായ വിലക്കുകൾ, ജാതീയമായ വിലക്കുകൾ, വിഭവശേഷിയുടെ ഇല്ലായ്മയൊക്കെയും നമ്മുടെ യാത്രകളെ പരിമിതപ്പെടുത്തിയിരുന്നു. അത്തരം ഒരു നാടാണ് നമ്മുടേത്. യാത്രയില്ലാതിരുന്ന, ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ മാത്രം നടത്തിയിരുന്ന യാത്രയുള്ളൊരു നാട്ടിലേക്ക് പല കാലത്ത് പല നാട്ടുകാരെത്തിയിട്ടുണ്ട്. ഇബ്നു ബത്തൂത്തയെ പോലെ, ഫഹിയാനെ പോലെ, ഹുയാസാങ്ങിനെ പോലെ, അബ്ദുൾ റസാഖിനെ പോലുള്ള യാത്രികൾ, നിക്കോളോ കോണ്ടിയെ പോലുള്ള യാത്രികർ ഇന്ത്യയിൽ പല കാലത്ത് എത്തിച്ചേരുകയും അവർ രേഖപ്പെടുത്തി വെച്ച ചരിത്രം വഴി നമ്മൾ ഇന്ത്യയുടെ ചരിത്രം രൂപീകരിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ കാലം മാറി, യാത്രയുടെ അന്തരീക്ഷം മാറി, യാത്രാനുഭവങ്ങൾ മാറി. നമ്മുടെ കാലത്ത്, ആധുനിക ലോകത്ത് യാത്രകൾ ഏറെക്കുറെ അനായാസമായി തീരുകയും അകലങ്ങൾ ഏറെക്കുറെ അടുത്തെത്തി തീരുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഇന്ത്യക്കാർ യാത്ര ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട്. മലയാളികൾ വലിയ യാത്രികരായി മാറുന്നുണ്ട്. ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ള വലിയ യാത്രികർ കേരളമടക്കമുള്ള പ്രദേശങ്ങൾ ഉണ്ടായിത്തീരുന്നുണ്ട്. ഈ ഒരു പുതിയ സാഹചര്യത്തിൽ നമ്മുടെ യാത്രാനുഭവങ്ങൾ, യാത്രയുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ, യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യചിത്രീകരണങ്ങളൊക്കെ വേറൊരു തരത്തിൽ, വേറൊരു മാനത്തിലെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കേരളം ഈ അടുത്ത കാലത്ത് വലിയ ഒരു പ്രതിസന്ധിയെ, വലിയൊരു ഫ്ലഡിനെ, വലിയൊരു വെള്ളപ്പൊക്കത്തെ അഭിമുഖീകരിക്കുകയുണ്ടായി. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷകളൊന്നാണ് ടൂറിസം. നമ്മുടെ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിൽ സ്രോതസ്സുകളൊന്നാണ് ടൂറിസം. ആ മേഖലയ്ക്ക് ഈ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ചർച്ചയിൽ കേരളത്തിലെ ടൂറിസം നിലവിൽ അഭിമുഖീകരിക്കുന്ന, ഈ പോസ്റ്റ് ഫ്ലഡ് പീരീഡിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാകാം കുറച്ച് നല്ലതെന്ന് തോന്നുന്നു. ഈ ചർച്ച ആരംഭിക്കുന്നത് മുഹമ്മദ് ഹനീഷ് IAS നിന്നാണ്. അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. എക്കണോമിസ്റ്റ് വാരികയിൽ, ജർമ്മനിയിലെ എക്കണോമിസ്റ്റ് വാരിക ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അഡ്മിനിസ്ട്രേറ്റർമാരിൽ ഒരാളായി തിരഞ്ഞെടുത്ത ആളാണ് മുഹമ്മദ് ഹനീസ് IAS. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള കേരളം അഭിമുഖീകരിക്കുന്ന ഒരു ടൂറിസം മേഖല ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം, പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ, കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന നവീകരണ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് ശ്രീ മുഹമ്മദ് ഹനീഷ് വിശദീകരിക്കും. ഏത് രാജ്യമായാലും ഏത് ദേശമായാലും അതിൻ്റെ പ്രയാണത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കും. അത് ചരിത്രത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നീതിയുമാണ്. അങ്ങനെയുള്ള പ്രയാണത്തിൽ ഇന്ന് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അതിരൂക്ഷമായ പ്രളയം അഭിമുഖീകരിക്കുകയുണ്ടായി. അതിലുപരിയായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള അസുഖങ്ങൾ, വ്യാധികളൊക്കെ പൊട്ടിപ്പടരുന്ന സംസ്ഥാനമാണെന്നൊരു ചെറിയ പേരുമുണ്ടായി. ഇതെല്ലാം തന്നെ
ആഗോള ഭൂപടത്തിൽ ഒരു നാടിനെ എങ്ങനെ പ്രതിഷ്ഠിക്കുന്നു എന്നതാണ് ചോദ്യം. കാരണം കാലാകാലങ്ങളായിട്ടുള്ള പഴയകാലത്തെ പോലെ പ്ലേഗും വിഷൂചികയുമുള്ള നാട്ടിൽ അവിടെ എത്തുമ്പോൾ അറിയുന്ന എസ് കെ പൊറ്റേക്കാടിൻ്റെ കാലമൊന്നുമല്ല ഇത്. ഇവിടെ കൃത്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒന്ന് ഗൂഗിളിൽ പരിശോധിച്ചാൽ അപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ട്രാവൽ അഡ്വൈസറി കിട്ടുന്നൊരു അവസ്ഥയാണ്. ഏറ്റവും പുത്തൻ ഇന്ന് രാവിലെയുള്ള ട്രാവൽ അഡ്വൈസറി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരതത്തെയും കേരളത്തെയും ഏത് രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ രേഖപ്പെടുത്തിയത് വെച്ചുകൊണ്ട് മാത്രമേ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് അവരുടെ രാജ്യങ്ങൾ വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ യാത്രാ പരിപാടികൾ ഉണ്ടാക്കുകയുള്ളൂ. ഇത് സത്യമാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരത്തിലുള്ള പരിപാടികൾ വരുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമതായിട്ട് ഇതും ടൂറിസമായിരിക്കും അല്ലേ. ഏതായാലും നമുക്ക് ഒരു പരിപാടികൾ ഇവരെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളിലൂടെയാണ്. ആ തയ്യാറെടുപ്പുകൾ വരുന്നത് ഏത് രീതിയിലാണ്? ഒരു നാടിനെപ്പറ്റി, ഒരു നാട്ടിലെ സൗകര്യങ്ങൾ, ടൂറിസം രംഗം, അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ, ഇവയെല്ലാമാണ് ഒരു വിനോദസഞ്ചാര മേഖലയുടെ ടൂറിസം രംഗത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ഒരു യാത്രികനെ സംബന്ധിച്ച് അവൻ ലഭിക്കുന്ന പ്രത്യക്ഷത്തിലുള്ള കാഴ്ചകളേക്കാൾ ഉപരിയായിട്ട് അവൻ ലഭിക്കുന്ന ആന്തരികമായിട്ടുള്ള അനുഭൂതി, വല്ലാത്ത ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷനാണ് വാസ്തവത്തിൽ ഇന്ന് ആഗോള സഞ്ചാരി എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു പ്രയാസം വന്നിട്ടുണ്ട്. ആ പ്രയാസം നേരിടുവാൻ വേണ്ടി പ്രചരണ ഉപാധികൾ കൊണ്ട് ഉള്ള പ്രചണ്ഡമായ പ്രചരണം നടത്തിയത് കൊണ്ട് മാത്രമായോ? അതല്ല, അതിലുപരിയായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന വികലമായതും അപക്വമായതുമായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് അപ്പപ്പോൾ പരിഹാരമുണ്ടാക്കിക്കൊണ്ടും അപ്പപ്പോൾ പ്രതികരിച്ചുകൊണ്ടും മുന്നോട്ട് നീങ്ങിയാൽ ഒരു നാടിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട 2-3 പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, വെള്ളപ്പൊക്കം മൂലമുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ, അതിൻ്റെ രൂക്ഷത. രണ്ടാമതായിട്ട് നിപ വൈറസ് ഉളവാക്കിയെടുത്ത ഇവിടുത്തെ നമുക്ക് വ്യാധിയും മറ്റുള്ള അതിൻ്റെ ആകുലാവസ്ഥയും. മൂന്നാമതായിട്ട് ഒരു ചെറിയ തലം വരെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സംഘർഷങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുവെന്നും പിന്നെ നമ്മളൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന ഹർത്താലും ബന്ധമൊക്കെ ഒരുപാട് ഉണ്ടാകുന്നുവെന്നുമുള്ള പരാതികൾ. ഏതായാലും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അതിലുപരിയായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒന്ന്, ടൂറിസം രംഗത്ത് കൃത്യമായിട്ടും ഇതെല്ലാം തന്നെ വളരെ പാസിംഗ് ഫേസസ് ആണെന്നും കേരളത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന സൗകര്യം ഈ മേഖലയിൽ അങ്ങേയറ്റം സുസ്ഥിരമായിട്ട് ഉണ്ടാക്കിയതാണെന്നും ഉള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് ലോകത്തെ അറിയിക്കുക. രണ്ടാമതായിട്ട്, ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നൊരു സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെയുള്ള മറ്റുള്ള പോപ്പുലർ മീഡിയയിലൂടെയും വ്യക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നൽകിക്കൊണ്ട് എന്താണ് ശരിയായ ചിത്രമെന്ന് വിഷ്വൽസിൻ്റെ സഹായത്തോടു കൂടി ഓരോ ഇവിടെ വരുന്ന സന്ദർശകരുടെ സാക്ഷ്യപത്രങ്ങൾ അഥവാ ടെസ്റ്റിമോണിയൽസ് ആയിട്ട് നമ്മളൊക്കെ ഈ എന്താ പറയുക, കാലിന് വേദന, കൈക്ക് വേദന, അങ്ങനെയുള്ള അസുഖത്തിനൊക്കെ ആളുകൾ ടെസ്റ്റിമോണിയൽ കൊടുത്തുകൊണ്ട് എൻ്റെ അസുഖം മുഴുവൻ ഭേദപ്പെട്ടു എന്ന് കാണിക്കുന്നില്ല. ആ തരം ടെസ്റ്റിമോണിയൽ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, ശരിയായിട്ട് ഇവിടെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് താമസിച്ചൊരു വ്യക്തി കൃത്യമായിട്ടും അവനുണ്ടായ അനുഭവങ്ങൾ അത് സാക്ഷ്യപത്രമായി അവതരിപ്പിക്കുക. മൂന്നാമതായിട്ട്, അതിലെല്ലാം ഉപരിയായിട്ട് കൂടുതൽ സൗഹൃദ സംഘങ്ങളെ സംസ്ഥാനത്തിൻ്റെ തന്നെ ചിലവിൽ ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ട്രാവൽ റൈറ്റിംഗ്, ബ്ലോഗ് റൈറ്റിംഗ് അതെല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇവയെല്ലാം വരുമ്പോൾ ഒരു പ്രത്യക്ഷ തലത്തിൽ ടൂറിസത്തെ സംബന്ധിച്ചും കേരളത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചും ഒരു പരിധിവരെ നമുക്ക് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി സാധിക്കും. ആഴത്തിൽ നോക്കിയാൽ വേറൊരു പ്രശ്നം ഉത്ഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പൗരബോധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അഴുക്കുചാലുകൾ, നമ്മുടെ വൃത്തി, വെടിപ്പ്, പൗരബോധം മൂലം കൃത്യമായിട്ട് പാലിക്കേണ്ടുന്ന മര്യാദകൾ, ഇവയെല്ലാം പാലിക്കപ്പെടുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു നാടിനെ സംബന്ധിച്ചുള്ള റേറ്റിംഗ് ഉയരുകയാണ്. സിംഗപ്പൂരൊക്കെ ഉയർന്നു വന്നത് വാസ്തവത്തിൽ ആ ഒരു റേറ്റിംഗ് കൂടി ഉണ്ടാണെന്ന് ഞാൻ, അല്ലേ, ശരിയാണ് സന്തോഷം, ഒരാളോളം അത് വാസ്തവത്തിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അല്ലാതെ നമ്മളെല്ലാവരും കൂടെ ഒരു നഗരത്തിൽ ഇപ്പോൾ നോക്കിയാൽ, ഇന്ത്യയിലെമ്പാട് നോക്കിയാലും കേരളത്തിൽ നോക്കിയാലും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഇടങ്ങളിലുള്ള ചവറും
ഇത്തരത്തിലുള്ള ഏതിടത്ത് പോയി നോക്കിയാലും ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നാൽ അത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെന്ന് നാം പറയുന്ന എല്ലായിടങ്ങളും നോക്കിയാൽ ചവറുകളുടെയും മാലിന്യത്തിൻ്റെയും കൂമ്പാരം അവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നാൽ മാലിന്യ സംസ്കരണ കേന്ദ്രം കൂടിയാണോ എന്ന് പോലും സംശയിച്ചു പോകുന്നു. സംസ്കരണമായെങ്കിൽ തിരക്കേടില്ലായിരുന്നു, പക്ഷേ ഇവിടെ മാലിന്യ സമാഹരണ കേന്ദ്രങ്ങളായിട്ട് ഇത്തരം കേന്ദ്രങ്ങൾ മാറുന്നു. ഒരൊറ്റ ഹിൽ സ്റ്റേഷൻ പോലും നമുക്ക് കൃത്യമായിട്ട് നല്ലൊരു വാട്ടർ സപ്ലൈ സിസ്റ്റമുള്ള ഡ്രെയിനേജുള്ള സംവിധാനമില്ല. ഇതെല്ലാം തന്നെ ഇനി നവകേരള സൃഷ്ടി നമുക്ക് ഏറ്റവും അധികം ഫണ്ടിങ്ങോടുകൂടി ഇവിടെ കേരളത്തിൽ നടത്തുവാനും റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഒക്കെ നടക്കുന്ന ഒരു വേളയിൽ ആ രീതിയിൽ കാര്യങ്ങൾ നന്നാക്കിയെടുക്കുകയും ഒരു നാട് തിരിച്ചു പിടിക്കുവാനും സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കാലാകാലങ്ങളിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കുള്ളൂ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. സന്തോഷ് എന്നോട് പറയുകയായിരുന്നു, അമേരിക്കയിൽ ഫ്ലോറിഡയിൽ എല്ലാ കൊല്ലവും കൊടുങ്കാറ്റടിക്കുന്നു എന്ന് വെച്ചതുകൊണ്ട് ഫ്ലോറിഡയിൽ ആളുകൾ പോവാതിരിക്കുന്നുണ്ടോ? ഉടൻ തന്നെ അതിൻ്റെ ആക്ഷൻ എടുക്കുന്നു. എത്രയും വേഗം കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ പരിഹാര നടപടികൾ തുടങ്ങുന്നു. നമ്മെ സംബന്ധിച്ച് അത്തരം തയ്യാറെടുപ്പുകൾ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരുപക്ഷെ ഏറ്റവും അധികം സഞ്ചരിച്ചൊരു മലയാളി നമ്മുടെ കൂടെ ഇന്നിരിപ്പുണ്ട്, സന്തോഷ് ജോർജ് കുളങ്ങര. സന്തോഷ് ജോർജ് കുളങ്ങര 100-ലധികം രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ അറിവ്. ഒരുപക്ഷെ അതിലധികം കാണാം. ഈ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച് അദ്ദേഹം ആർജിച്ച അനുഭവങ്ങൾ, അറിവുകൾ വളരെ വലുതാണ്. നമ്മൾ കേരളം ഇപ്പോൾ നേരിടുന്ന ഇത്തരം നിർണായകമായ ഒരു പ്രശ്നത്തെ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ ശീലങ്ങൾ, നമ്മുടെ സാംസ്കാരിക സ്വഭാവങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്ന് ശ്രീ മുഹമ്മദ് സനീർ സാർ പറയുകയുണ്ടായി. കേരളത്തിന് പുറത്ത് ധാരാളം യാത്ര ചെയ്ത ഒരാളെന്ന നിലയിൽ കേരളം ടൂറിസം രംഗത്ത് നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ, അതിന് പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് സന്തോഷ് സാർ സംസാരിക്കും. കോഴിക്കോട്ടെ എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം നമസ്കാരം. ടൂറിസത്തിൻ്റെ ശാസ്ത്രീയമായ പ്രവർത്തന മേഖലകളിലൊന്നും ഞാൻ അധികം പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ ലോകത്തിലെ ഏകദേശം ഒരു 120 രാജ്യങ്ങളുടെ ടൂറിസം, അവരൊരുക്കി വെച്ച ടൂറിസം സൗകര്യങ്ങൾ അനുഭവിക്കാനും അവിടേക്ക് ടൂറിസ്റ്റുകളായി എത്തിയ ആളുകൾക്കൊപ്പം സഞ്ചരിക്കാനും ആ ടൂറിസ്റ്റുകൾ എന്താണ് ഓരോ നാട്ടിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും മനസ്സിലാക്കാനും ഉള്ള ഒരവസരം എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ചില അഭിപ്രായങ്ങൾ പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ കേരളം ഒരു പ്രത്യേക സ്വഭാവത്തിൽ ടൂറിസത്തെ രൂപപ്പെടുത്തേണ്ടതുണ്ടോ, അതോ ടൂറിസത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് നമ്മൾ തിരിയേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രളയം അല്ലെങ്കിൽ ചെറിയ ദുരന്തങ്ങൾ ഒക്കെ ഏത് നാട്ടിലും ഏത് സമയത്തും സംഭവിക്കാവുന്നതാണ്. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയിലെ ഫ്ലോറിഡ, അല്ലെങ്കിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന കരീബിയൻ ദ്വീപുകൾ, ഇവിടെയൊക്കെ എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നതാണ്, പത്രത്തിലൂടെ നമ്മൾ പോലും അറിയാറുണ്ട്. കത്രീന അല്ലെങ്കിൽ വേറെ പല പേരുകളിലുള്ള ചുഴലിക്കൊടുങ്കാറ്റുകളടിച്ച്, അതെ, ഇർമ, ഓരോ പേര് ഓരോ വർഷവുമുണ്ട് നമുക്കറിയാവുന്ന, നമുക്ക് പോലും സുപരിചിതമായത്. അത്തരം ഗ്രാമങ്ങൾ, അത്തരം ദ്വീപുകളിലേക്ക്, ഫ്ലോറിഡ പോലുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ചില ദ്വീപുകളിലേക്ക് ചെന്നത് കഴിഞ്ഞ വർഷം ഇവിടെയാണ് ചുഴലിക്കൊടുങ്കാറ്റ് അടിച്ചത് എന്ന് ടൂർ ഗൈഡ് നമ്മളെ കാണിച്ചുകൊണ്ട് നടത്തിയ യാത്രകളിലാണ്. പക്ഷേ അവിടെ ചുഴലിക്കൊടുങ്കാറ്റ് അടിച്ചതായി നമ്മളവിടെ ചെല്ലുമ്പോൾ കാണുന്നില്ല. ചുഴലിക്കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ പറന്നുപോയൊരു പള്ളി ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ടൂറിസത്തിൻ്റെ ഒരു വാചകമായി തന്നെ അവിടെ മാറിക്കഴിഞ്ഞു. ഇതിനെ പെട്ടെന്ന് തന്നെ, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇതിനെയൊക്കെ അതിജീവിച്ച് പുതിയൊരു നാടിനെ സൃഷ്ടിക്കാൻ പ്രാപ്തമായ സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഈ ഫ്ലോറിഡയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്നെ പല കാഴ്ചകളിലേക്ക് കൊണ്ടുപോയ എനിക്ക് വേണ്ടി കാർ ഓടിച്ചിരുന്ന ഒരു മലയാളി സുഹൃത്തുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അദ്ദേഹം ഇതെൻ്റെ അനുഭവിച്ചയാളാണ്, ഈ ചുഴലിക്കൊടുങ്കാറ്റ് പല വർഷങ്ങളിൽ അനുഭവിച്ച ഒരാളാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുന്ന രീതി, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് റീബിൽഡ് ചെയ്യുന്ന രീതി എന്താണ്? അന്ന് കേരളത്തിൽ ഇങ്ങനെയൊരു പ്രളയമുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടല്ല ഞാനത് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ ഒരു ആക്ഷൻ സിനിമ കാണുന്ന മട്ടിൽ, അതിൻ്റെ തിരക്കഥ പറഞ്ഞു കേൾപ്പിക്കുന്ന മട്ടിലാണ് ഇയാളിത് പറയുന്നത്. കാരണം ഏകദേശം ഒരാഴ്ച മുമ്പ് തന്നെ
ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നു ഇങ്ങനെ ഒരു ചുഴലിക്കൊടുങ്കാറ്റ് തീരത്തേക്ക് വരുന്നു, അതിൻ്റെ സ്പീഡ് ഇത്രയായിരിക്കും, അത് ഉണ്ടാവുമ്പോൾ നദിയിലെ കടലിലെ ജലനിരപ്പ് ഇത്ര ഉയരും, അപ്പോൾ ഈ ഇന്ന ഗ്രാമങ്ങളൊക്കെ ഇത്രയടി വെള്ളത്തിനടിയിലാവും, അതുകൊണ്ട് ഇത്ര പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഇത്ര ദിവസം മുമ്പ് ഇവാക്വേറ്റ് ചെയ്യണം, അവരെത്തിച്ചെല്ലേണ്ട കമ്മ്യൂണിറ്റി സെൻ്ററുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫെസിലിറ്റികൾ ഇന്നതൊക്കെയാണ്. ആ ഇവാക്വേറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കും, ഓരോ കുടുംബത്തിലെ ഓരോ ആൾക്കും $200-300 വീതം പ്രതിദിനം ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പേയ്മെൻ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ ചുഴലിക്കൊടുങ്കാറ്റ് അടിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഓട്ടോമൊബൈൽ മെക്കാനിക്കുകൾ മുതൽ ക്ലീനിങ് സ്റ്റാഫ് മുതൽ ഇലക്ട്രിസിറ്റിയുടെ സംവിധാനങ്ങൾ പുനഃസൃഷ്ടിക്കുന്ന ടെക്നീഷ്യന്മാർ വരെയുള്ളവർ ഈ ഫ്ലോറിഡ സ്റ്റേറ്റിൻ്റെ അതിർത്തിയിൽ വന്ന് ക്യാമ്പ് ചെയ്യുകയാണ്. ഈ ചുഴലിക്കൊടുങ്കാറ്റ് അടിച്ച് തിരിച്ചു പോയാലുടൻ ഗവൺമെൻറ്റിൻ്റെ ക്ലിയറൻസ് കിട്ടിയ അടുത്ത സെക്കൻഡിൽ ഒരു സൈന്യം ഒരു രാജ്യത്തെ ആക്രമിക്കുന്നത് പോലെ ഈ ടെക്നീഷ്യന്മാരും ഈ ഒരുങ്ങി നിൽക്കുന്നവരും എല്ലാം ഈ പ്രദേശത്തേക്ക് കുതിച്ചെത്തുന്നു. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് ഏതാണ്ട് 24 മണിക്കൂർ കൊണ്ടോ 48 മണിക്കൂർ കൊണ്ടോ പഴയ സ്ഥിതിയിലേക്ക് ആ നാടുകളെ ആക്കിക്കൊടുത്തിട്ട് ഇവർ പിൻവാങ്ങുന്നു. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ ജീവിക്കുന്ന ഒരു മലയാളി, പല കാര്യങ്ങളിലും അമേരിക്കയുടെ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തിയ ഒരു മലയാളി ഇങ്ങനെയൊരു കാര്യത്തെ അപ്രിഷ്യേറ്റ് ചെയ്തപ്പോൾ അതിലെന്തെങ്കിലും കാര്യം കാണുമെന്ന് വിശ്വസിക്കുക എനിക്ക് തരമുണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിലൊരു 15% നമ്മൾ ഒഴിവാക്കിയാൽ പോലും അവർ ഹാപ്പിയാണ്, ഈ പ്രളയത്തെ അതിജീവിച്ച ജനം സംതൃപ്തരാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ കരീബിയൻ നാടുകളിൽ അങ്ങനെയുണ്ട്. കിഴക്കൻ ഏഷ്യയിൽ ഞാൻ ഏറ്റവും അവസാനം യാത്ര ചെയ്തത് ഫിജിയിലാണ്. ഫിജിയുടെ എപ്പിസോഡുകളാണ് ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത്. ഈ ഫിജിയും ഈ പറഞ്ഞതുപോലെ എല്ലാ വർഷവും എന്ന പോലെ ചുഴലിക്കാറ്റുകളും ചുഴലിക്കൊടുങ്കാറ്റുകളും പ്രളയങ്ങളും അതിജീവിക്കുന്ന നാടുകളാണ്. പക്ഷെ നമ്മളവിടെ സഞ്ചരിക്കുമ്പോൾ അതിനെയൊക്കെ അവർ അതിജീവിച്ചിരിക്കുന്നു. പിന്നെ ടൂറിസത്തെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ, ടൂറിസത്തെ ഇത്തരം പ്രളയങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ കാര്യമായൊന്നും ബാധിക്കാറില്ല എന്ന് തന്നെയാണ് ഞാൻ സഞ്ചരിച്ച നാടുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെ വലിയ തോതിൽ ബാധിച്ചെങ്കിൽ, ഉദാഹരണത്തിന് ഒരു പ്രധാന എയർപോർട്ടാണ് ആ നാട്ടിലുള്ളത്, ആ എയർപോർട്ട് നാശമായി അല്ലെങ്കിൽ പ്രധാന ഗതാഗത സംവിധാനങ്ങളാകെ തകർന്നു പോയെങ്കിൽ തീർച്ചയായും ഏതൊരാളെയും പോലെ ടൂറിസ്റ്റിനും യാത്ര അപ്രാപ്യമായി മാറും, യാത്ര അസാധ്യമായി മാറും. അതല്ലാത്ത ഗതിയിൽ, സാധാരണഗതിയിൽ ഒരു പ്രളയമോ പ്രകൃതി ദുരന്തമോ ടൂറിസത്തെ അഡ്വേഴ്സായിട്ട് ബാധിക്കില്ലെന്ന് മാത്രമല്ല, ചിലപ്പോഴെങ്കിലും ആ നാടിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ, കൂടുതൽ പ്രചാരം കിട്ടാൻ അന്യനാടുകളിൽ ഇത് ചിലപ്പോൾ സാഹചര്യം ഒരുക്കുക പോലും ചെയ്യാറുണ്ട്. കാരണം നിങ്ങൾ അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ USA ഇനി യാത്ര ചെയ്യുകയാണെങ്കിൽ, ഫ്ലോറിഡയിലേക്ക് പോവുകയാണെങ്കിൽ ഇർമ ചുഴലിക്കൊടുങ്കാറ്റ് അടിച്ച തീരങ്ങളൊന്ന് കാണണമെന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ ആഗ്രഹമുണ്ടാക്കൽ തന്നെയാണ് ടൂറിസത്തിൻ്റെ പ്രധാന ജോലിയും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ, നിങ്ങൾ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ മലയിടിഞ്ഞ് റെയിൽവേ പോയത് അല്ലെങ്കിൽ ഒരു ഗ്രാമം മുഴുവൻ തകർന്നു പോയത് എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാൻ നിങ്ങൾ ചിലപ്പോൾ ആ വഴിക്ക് വണ്ടി തിരിച്ചുവിടും. എന്നതുപോലെ ടൂറിസത്തിന് ഇങ്ങനെ ചില സാധ്യതകളുണ്ട്. എക്സൈറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സാധാരണഗതിയിൽ കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ച ഒരു പ്രദേശം എന്ന നിലയിലൊക്കെ സ്ഥലങ്ങൾ ശ്രദ്ധയിൽ വരും. പക്ഷേ നമ്മൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രത്യേക ഡെസ്റ്റിനേഷനെ മാതൃകയാക്കിക്കൊണ്ട് ടൂറിസം വളർത്തുക എന്നതല്ല വേണ്ടത് എന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ചിന്ത. ടൂറിസത്തിന് പല സാധ്യതകളുണ്ട്. അത് ഓരോ രാജ്യവും അവരുടെ നാടിൻ്റെ സാധ്യതയെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ആ ടൂറിസത്തെ വളർത്തുന്നത്. കെനിയ എന്ന രാജ്യത്തേക്ക് ടൂറിസ്റ്റുകളായി എത്തുന്ന ഒരാളും കെനിയയുടെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ കാണാൻ വേണ്ടി പോകാറില്ല. കെനിയയിൽ ഷോപ്പിങ്ങിനല്ല അവർ പോകുന്നത്. കെനിയയുടെ ചരിത്രമുള്ള തെരുവുകളിലൂടെ നടക്കാനല്ല അവർ പോകുന്നത്. കെനിയയുടെ ആകാശ ഗോപുരങ്ങൾ കാണാനുമല്ല അവർ പോകുന്നത്. കെനിയയിലേക്ക് എത്തുന്ന എല്ലാ ടൂറിസ്റ്റുകളും വ്യക്തമായ ധാരണയോടെ കെനിയയുടെ വൈൽഡ് ലൈഫും റൂറൽ ലൈഫും ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. എത്യോപ്യ എന്ന രാജ്യത്തേക്ക് പോകുന്നതും വൈൽഡ് ലൈഫും പ്രകൃതിയുടെ അത്ഭുതങ്ങളും തേടിയാണ് പോകുന്നത്. പ്രകൃതിയുടെ അത്ഭുതം എന്നാൽ ഡനാക്കിൽ ഉപ്പുമരുഭൂമി പോലുള്ള ചില ഉപ്പുമരുഭൂമികൾ, അവിടെ വേറൊന്നുമില്ല. ലോകത്തെ ഏറ്റവും അധികം ചൂടുള്ള മരുഭൂമി എന്നത് മാത്രമാണ് അവിടുത്തെ പ്രത്യേകത. ഏതാനും അഗ്നിപർവ്വതങ്ങളുണ്ട്. തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വത മുഖങ്ങളിലേക്ക് നമുക്ക് പോകാം. ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴമുള്ള ഒരു പ്രദേശം. അവിടെ കുഴിയല്ല, ആഴമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു കിണറൊക്കെ ആയിരിക്കാം മനസ്സിലേക്ക് വരിക. അല്ല, നോക്കത്താ ദൂരം പരന്ന് കിടക്കുന്ന വെളുത്ത ഉപ്പിൻ്റെ
ഉപ്പിൻ്റെ ഒരൊറ്റ പാറ 1000 സ്ക്വയർ കിലോമീറ്ററിൽ പരന്നു കിടന്നാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണ് ദനാക്കിൽ ഉപ്പ് മരുഭൂമി. അവിടേക്ക് ചെല്ലാനും അതിലൂടെ ഒരു 4 വീൽ ഡ്രൈവിൽ യാത്ര ചെയ്യാനും ഈ ഉപ്പ് മരുഭൂമിയിൽ ഉപ്പ് കല്ല് വെട്ടിയെടുത്ത് ജീവിക്കുന്ന ആഫാർ ഗോത്ര വിഭാഗത്തിൻ്റെ ചെറുകുടിലുകളിൽ, കുടിൽ എന്ന് പറഞ്ഞാൽ മഴയില്ലാത്തത് കൊണ്ട് അതിനൊന്നും റൂഫില്ല, കുറേ ചുള്ളിക്കമ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളൂ. ഷെയ്ഡിന് വേണ്ടിയിട്ടാണ് ഈ ചുള്ളിക്കമ്പുകൾ വെച്ചിരിക്കുന്നത്. നിഴൽ വീഴണം സൂര്യൻ്റെ. ആ നിഴലുള്ള ആ കുടിലിൻ്റെ മുറ്റത്തിട്ട കയറ്റുകട്ടിലുകളിൽ ആണ് ടൂറിസ്റ്റുകൾ കിടന്നുറങ്ങുന്നത്. അവിടെ ടോയ്ലറ്റ് എന്നുള്ളൊരു സങ്കല്പം മാത്രമാണ്. ഒരു ചിലയിടത്ത് വരയിട്ടിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ടോയ്ലറ്റാണ് എന്ന്. അത് അല്ലാതെ ഈ കട്ടിലും ഈ സങ്കല്പത്തിലുള്ള ടോയ്ലറ്റുമാണ് ദിവസം 5000 6000 രൂപ കൊടുത്ത് വിദേശികളായ ടൂറിസ്റ്റുകൾ ഈ എത്യോപ്യയിൽ ഉപയോഗിക്കുന്നത്. ഞാൻ അത്തരം മരുഭൂമിയിൽ പോയി സഞ്ചാരത്തിൽ ചിത്രീകരിച്ച് കാണിച്ചിരുന്ന പരിപാടികളാണത്. അപ്പോൾ ടൂറിസത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഓടുന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? കേരളത്തിനൊരു ടൂറിസം മാസ്റ്റർ പ്ലാൻ ഇല്ല. ഒരു മാസ്റ്റർ പ്ലാൻ ഒരു പുസ്തക രൂപത്തിൽ തന്നെ എഴുതി എന്തൊക്കെയാണ് നമ്മുടെ സാധ്യതകൾ, കോഴിക്കോടിൻ്റെ ടൂറിസം സാധ്യതകൾ എന്താണ്, കോഴിക്കോടിൻ്റെ ബീച്ചിനെ നവീകരിക്കലും ഇവിടെ കുറേ 5 സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടാക്കലും അല്ല ടൂറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലേക്ക് വരുന്ന ഒരു ടൂറിസ്റ്റ് കേരളത്തിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലോകത്ത് 1000കണക്കിന് മനോഹര ബീച്ചുകളുണ്ട്. കോഴിക്കോടുകാർക്ക് കോഴിക്കോട് ബീച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതും അവരുടെ ഏക ബീച്ചും ഇതായിരിക്കാം. പക്ഷേ യൂറോപ്പിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ന്യൂസിലാൻഡിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ വരുന്ന ആളുകൾക്ക് അവർ പോയതിലെ 500ാമത്തെ 600ാമത്തെ ബീച്ചായിരിക്കാം ഇത്. ഇതിനേക്കാൾ അതിമനോഹരമായ ബീച്ചുകളാണ് ഫിജിയിലുള്ളതെന്ന് അടുത്ത എപ്പിസോഡുകൾ സഞ്ചാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്തരമൊരു ദ്വീപിൽ പോയി അതിൻ്റെ ബീച്ചിൽ കുറേയേറെ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്ത് ഞാൻ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ കരീബിയൻ ദ്വീപുകൾ, യൂറോപ്പിലെ പല ദ്വീപുകൾ, പല സെർബിയ, മോണ്ടിനീഗ്രോ പോലുള്ള രാജ്യങ്ങളുടെ, സെർബിയയ്ക്കില്ല മോണ്ടിനീഗ്രോയുടെ ബീച്ചുകൾ അതിമനോഹരങ്ങളായ വ്യത്യസ്തങ്ങളാണ്. പക്ഷേ നമ്മളുടെ ജീവിതം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഹെറിറ്റേജ്, നമ്മുടേത് മാത്രമായ ജീവിത രീതികൾ, നമ്മുടേത് മാത്രമായ ഭക്ഷണശീലങ്ങൾ, നമ്മുടേത് മാത്രമായ കല, നമ്മുടേത് മാത്രമായ ആർക്കിടെക്ചർ, ഇതിനെ കാണുന്നതിന് വേണ്ടി മാത്രമാണ് കേരളത്തിലേക്ക് ആളുകൾ വരുന്നത്. സിംഗപ്പൂരിലുള്ള ഒന്ന് ഇവിടെ കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല, മലേഷ്യയിലുള്ള ഒന്ന് ഇവിടെ കാണാൻ അവർക്ക് ആഗ്രഹമില്ല. ഇവർക്ക് കാണേണ്ടത് കേരളത്തിൻ്റേത് മാത്രമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്. നമ്മുടെ ആദിവാസി ഗ്രാമങ്ങളിലേക്ക്, അവരുടെ തനത് ജീവിത ശൈലികളിലേക്ക് ടൂറിസ്റ്റുകളെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഒരു ആദിവാസി ഗ്രാമത്തിലെ അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ അവരോടൊപ്പം അവരുടെ ഭക്ഷണം കഴിച്ച്, അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച്, അവരുടെ കൃഷിയിടത്തിൽ അവരോടൊപ്പം പണിയെടുത്ത് ജീവിക്കാൻ താല്പര്യരാണ് ഈ വരുന്നതിലെ 90% ടൂറിസ്റ്റുകളും. നമ്മളതിന് അവസരം കൊടുക്കുന്നില്ല. നമ്മളുടെ വീടുകളിലെ ചെറിയ മുറിയിൽ താമസിച്ച് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ദോശ ചുടുന്നതൊപ്പം നമ്മളുടെ അടുപ്പിൻ പടിയിൽ കുത്തിയിരുന്ന് ആ ചുട്ടെടുക്കുന്ന ദോശ ഓരോന്നെടുത്ത് കഴിച്ചുകൊണ്ട് അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓരോ ടൂറിസ്റ്റും. ഞാൻ എത്യോപ്യ ചെല്ലുമ്പോൾ ദനാക്കിലെ ഈ ഗോത്രഗ്രാമത്തിലെ വീടിൻ്റെ തിണ്ണയിലിട്ട കട്ടിലിൽ കിടന്ന് അവരുടെ വീട്ടിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ നാളെ സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു യാത്ര നടത്തുമ്പോൾ അവിടെ മലയോരത്തെ ഒരു പശു ഫാം നടത്തുന്ന അമ്മൂമ്മയുടെ വീട്ടിൽ ആ അമ്മൂമ്മയോടൊപ്പം പശു ഫാമിലെ ജോലിയൊക്കെ ചെയ്ത് 2 ദിവസം താമസിക്കാനാണ് നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നതെങ്കിൽ, അതേ മനോഭാവം, അതിലേറെ ഗ്രാമ്യമായ ജീവിതത്തെ കാത്തിരിക്കുന്നവരാണ് ഇവിടേക്ക് വരുന്ന ഓരോ ടൂറിസ്റ്റും എന്ന് തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഒപ്പം റിസോർട്ടുകൾ വേണം, അമ്യൂസ്മെൻറ്റ് കേന്ദ്രങ്ങളാവാം, പക്ഷേ കേരളത്തിൻ്റേത് മാത്രമായതായിരിക്കണം കേരളം നൽകേണ്ടത്. ഇതാണ് എനിക്കിപ്പോൾ ആമുഖമായിട്ട് പറയാനുള്ളത്. താങ്ക് യു. നമ്മുടെ ഒരുപാട് സമയം നമ്മുടെ കയ്യിൽ നിന്ന് അവിചാരിതമായി നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ഇടപെടാൻ നിവൃത്തിയില്ല. അടുത്ത് സംസാരിക്കുന്നത് ശ്രീ സുമേഷ് മംഗലശ്ശേരിയാണ്. ശ്രീ സുമേഷ് മംഗലശ്ശേരി വയനാട് സ്വദേശിയാണ്. കഴിഞ്ഞ 20-അധികം വർഷമായിട്ട് കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ, ഇന്ത്യയുടെയും ടൂറിസം മേഖലയിൽ റിസർച്ച് ചെയ്യുന്ന, സസ്റ്റൈനബിൾ ടൂറിസം മേഖലയിൽ ഇടപെടുന്ന, കമ്മ്യൂണിറ്റി ബേസ്ഡ് ടൂറിസം പോലുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന എൻ്റർപ്രണർ കൂടിയായ ഒരാളാണ് ശ്രീ സുമേഷ് മംഗലശ്ശേരി. അദ്ദേഹം ശ്രീ രാജേഷ് ജോർജ് കുളങ്ങര സംസാരിച്ച് തുടർച്ചയായിട്ട് രാജേഷ് ജോർജ് അദ്ദേഹം പല നാടുകൾ സഞ്ചരിച്ചതിൻ്റെ അനുഭവങ്ങൾ, കേരള സാഹചര്യവുമായി അതിനുള്ള വ്യത്യാസങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി.
ടൂറിസം എന്ന ഒരു സങ്കല്പത്തിന് പുതിയ കാലത്ത് പുതിയ ലോകത്ത് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഉണ്ടാകുന്ന മാറ്റങ്ങൾ സംസാരിക്കുക ഒരുപക്ഷെ സുമേഷ് മംഗലശ്ശേരിക്ക് കൃത്യമായി സാധിക്കും. അദ്ദേഹം 50-ലധികം രാജ്യങ്ങൾ സഞ്ചരിച്ച UN-ൻ്റെയൊക്കെയും സമിതികളിലുള്ള നമ്മുടെ സർക്കാരിൻ്റെ ടൂറിസം മേക്കിംഗ് പോളിസിയിൽ അംഗമായ ഒരാളാണ്. ശ്രീ സുമേഷ് മംഗലശ്ശേരിയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. നന്ദി. എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്, കേരളം ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രളയാനന്തര കേരള ടൂറിസവും അതിന് മുമ്പുള്ള ടൂറിസവും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് വലിയ വ്യത്യാസം കാണാത്ത ഒരാളാണ് എൻ്റെ ഒരു കഴിഞ്ഞ കുറേ വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന്. രണ്ടാമത്, ഒരു പ്രളയമുണ്ടായി കഴിഞ്ഞാൽ അതൊരു ടൂറിസം ഡെസ്റ്റിനേഷന് മാത്രമല്ല അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നുള്ളത് ഞങ്ങളുടെ ചില പഠനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഒരു സുനാമിക്ക് ശേഷം തമിഴ്നാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങളിലുണ്ടായിട്ടുള്ളൊരു പ്രത്യാഘാതം, ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം, എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഏതാണ്ട് 80% കോസ്റ്റൽ ഭൂമി ഇന്ന് ടൂറിസം അല്ലെങ്കിൽ മറ്റ് പല സാധനങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. അതൊരു വലിയ രീതിയിലുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പ്രളയം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഒരുപാടുണ്ട്. ഞങ്ങൾ വയനാട്ടിൽ ഇപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പഠനം ഞങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എനിക്കൊന്ന് 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഒരു പ്രളയാനന്തര കേരളത്തിലെ ടൂറിസം നമുക്ക് ചില പഠനങ്ങൾ, ചില അനുഭവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, അടിസ്ഥാനപരമായിട്ട് കേരള ടൂറിസത്തിനുള്ള ചില പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ചർച്ച ചെയ്യാതെ ഇനിയൊരു പുതിയ ടൂറിസം പരിപ്രേക്ഷ്യം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലേണിംഗ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ടൂറിസം. നിങ്ങൾ ഗ്രാഫ് നോക്കി അറിയാം ടൂറിസം അറൈവൽസിൻ്റെ. കാരണം അതെപ്പോഴും മുകളിലും താഴെയായിട്ട് ഇങ്ങനെ ഒരു 9/11 വന്നാൽ ഇവിടുത്തെ ടൂറിസം, കാരണം ലോകത്തിൽ എവിടെ നടക്കുന്ന സാധനങ്ങളും ടൂറിസത്തിന് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ടൂറിസ്റ്റുകൾക്കല്ല, ഡെസ്റ്റിനേഷന്. കാരണം ടൂറിസം എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷനിൽ ജീവിക്കുന്ന ആളുകളും ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റ് ഹോൾഡേഴ്സ് എന്ന് പറയാം, അവർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. ഒന്ന്. രണ്ടാമത്തത്, നമുക്കറിയാം, ഇപ്പം ഞങ്ങളൊക്കെ അനുഭവത്തിൽ തന്നെ കഴിഞ്ഞ ഒരു ജൂൺ മുതൽ ഒക്ടോബർ വരെ കേരളത്തിൽ ഒരു ടൂറിസ്റ്റ് പോലും വന്നിട്ടില്ല. ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഞാൻ, നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അത് ഒരു വശം. രണ്ടാമത്തെ ഒരു ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യുണൈറ്റഡ് നാഷൻസിൻ്റെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഫ്രെയിം വർക്കൊക്കെ പറയുന്ന അനുസരിച്ചിട്ട് ധാരാളം നാച്ചുറൽ ഡിസാസ്റ്റർ ഇനി വരാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സന്തോഷ് പറഞ്ഞൊരു പോയിന്റ് വളരെ റെലവൻ്റ് ആണ്. ആസ് എൻ ഇക്കണോമിക് സെക്ടർ എന്നുള്ള രീതിയിൽ കൂടി ടൂറിസത്തിന് വളരെ കൃത്യമായിട്ടുള്ളൊരു ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്ര ഒരു സാഹചര്യം നേരിടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ മോസ്റ്റ് വൾണറബിൾ ആയിട്ടുള്ള 5 ഡിസ്ട്രിക്റ്റിലും ആലപ്പുഴ, വയനാട് ഒക്കെ ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അപ്പം കാര്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു കറണ്ട് സിറ്റുവേഷനും കൂടെ ഞാൻ ക്വിക്കായിട്ട് പറയാം. കേരള ടൂറിസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മിത്താണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോഴും പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷനാണ് കേരളം. അത് വളരെ സ്റ്റാറ്റിസ്റ്റിക്കലി വളരെ റോങ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. കാരണം കണക്കുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 8ാം സ്ഥാനത്താണ്. ബീഹാർ എനിക്ക് തോന്നുന്നു അടുത്തോളം നമ്മൾ ഓവർടേക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതേസമയം നമ്മളുടെ ഒരു ടൂറിസം എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ, ഞാനിത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഏതാണ്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഏതാണ്ട് 1.27 ടൂറിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ് ചിലവാക്കുന്നുണ്ട്. അതേസമയം നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് 0.49 ആണ്. അത് എത്ര ടൂറിസ്റ്റുകൾ ഇവിടെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റുകളുടെ വരവിൽ അല്ലെങ്കിൽ ടൂറിസം വികസനത്തിൻ്റെ സ്ഥായിയായിട്ടുള്ളൊരു ടൂറിസം വികസനത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം സഹായിച്ചു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ ഈ കണക്കുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം ഒരു കണക്ക് കൊണ്ടുവന്നിരുന്നു. അതിൽ പറയണത് കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആളുകളും വളരെ സജീവമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തു. കാരണം ഈ മെത്തഡോളജി വളരെ റോങ് ആണ്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. എറണാകുളം ജില്ലയുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ എറണാകുളം DTPC തന്നിട്ടുള്ള കണക്ക്, അതായത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുള്ള കണക്ക് ഏതാണ്ട് 4.2 lakhs ഫോറിൻ ടൂറിസ്റ്റുകൾ എറണാകുളത്ത് വന്നു എന്നുള്ളതാണ്. അതേസമയം കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ളൊരു കണക്ക് ഇമിഗ്രേഷൻ നമ്മൾ എയർപോർട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 2.4 ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് മെത്തഡോളജിക്കൽ എറർ തന്നെയാണ് കാണിക്കുന്നത്. അത് വരില്ല. വേറെ ഏത് സ്ഥലത്തുള്ള സാധനങ്ങളും ഒരു മെത്തഡോളജി ഒരു ശാസ്ത്രീയമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കാക്കുന്ന ഒരാളെ സംബന്ധിക്കുകയാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ റോങ് ആയിട്ടുള്ള ഒരു അനാലിസിസിൻ്റെ മുകളിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 2-3 പോയിൻ്റ് പറഞ്ഞാൽ നിർത്താം. എനിക്ക് തോന്നുന്നു ഫണ്ടമെൻ്റലായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് കേരള ടൂറിസത്തിനുള്ള 2-3 പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ, കാരണം ആഗോള തലത്തിലെ ടൂറിസം മാർക്കറ്റായിട്ട് നമ്മൾ വളരെയധികം പ്രത്യേകിച്ച് യൂറോപ്യൻ മാർക്കറ്റ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം.
കഴിഞ്ഞ കൊല്ലത്തെ 2016 കണക്ക് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 2% ഓഫ് ജർമ്മൻ ട്രാവലേഴ്സ്, യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്, അവരുടെ ലോങ് ഹോൾ ട്രാവൽ അവർ ക്യാൻസൽ ചെയ്തു. കാരണം അവർ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് അവരുടെ എയർ ട്രാവൽ കാർബൺ എമിഷൻ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നുള്ള ഒരു അവയർനെസ്. അപ്പോൾ അത്രയും അവെയർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിനെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർ ആയിട്ടില്ല എന്നുള്ളതാണ് ഒരു വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. 2-3 കാര്യങ്ങൾ. ഒന്ന്, കേരള ടൂറിസം ഞാൻ പറഞ്ഞത് പ്രളയം മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ ഗ്രോത്ത് റേറ്റിൽ വളരെയധികം നമ്മൾ താഴേക്ക് വന്നിട്ടുണ്ട്. കേരള ടൂറിസം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഞാൻ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല, പലരും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലാക്ക് ഓഫ് ഇന്നൊവേഷനാണ്. ഒരു ഹൗസ് ബോട്ടിന് ശേഷം ലോക മാർക്കറ്റിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ടൂറിസം പ്രോഡക്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെയധികം. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഓരോ ടൂറിസം കേന്ദ്രങ്ങളിലും നടന്നിട്ടുള്ള ഇക്കോളജിക്കൽ ഡീഗ്രേഡേഷൻ ഒരു പ്രശ്നമാണ്. പിന്നെ നമുക്ക് ലാക്ക് ഓഫ് കോമ്പിറ്റൻസി, ഇപ്പോൾ ശ്രീലങ്കയിലും മറ്റ് സ്ഥലങ്ങളിലും നമുക്കറിയാം, ശ്രീലങ്ക ഒരു ത്രെട്ടായിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട്. കാരണം നമുക്കൊക്കെ പല സ്ഥലത്തും ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള ആളെന്നുള്ള രീതിയിൽ ഞങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഓരോ ഡെസ്റ്റിനേഷനും കോമ്പറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. കാരണം ഇവ വയനാട് കോഴിക്കോടിന് പോലും കോമ്പറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ടൂറിസം മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ഒരു കോമ്പറ്റൻസി എത്രത്തോളം ഉണ്ട് ഇൻ ടേംസ് ഓഫ് ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ കാര്യക്ഷമമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ 1-2 പോയിന്റുകൾ എന്താ വെച്ചാൽ, നമ്മൾ എല്ലാ ഡെസ്റ്റിനേഷനും സാച്ചുറേറ്റഡ് ആണ്. ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റേ നമുക്കില്ല. 2500ഓളം ഹൗസ് ബോട്ട്സ് ആണ് ആലപ്പുഴയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, ഒരു പോസ്റ്റ് ഫ്ലഡ് പ്രശ്നം മാത്രമല്ല. അപ്പോൾ സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അതിൽ ഒരു അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ ടൂറിസത്തിലുള്ള ചില പ്രശ്നങ്ങൾ തന്നെയാണ് ഈ പോസ്റ്റ് ഫ്ലഡ് ഇതിലും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സസ്റ്റൈനബിൾ ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം ഒരു പ്ലാൻ നമുക്ക് വേണം. അതിൽ പ്രാദേശിക ജനതയിൽ, ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ കൃത്യമായിട്ടുള്ള ഒരു പങ്കാളിത്തം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ എനിക്ക് ഒറ്റൊരു പോയിന്റ് കൂടെ പറഞ്ഞാൽ നിർത്താം. നമുക്ക് ചില വളരെ സാധ്യതകളൂടെ ഉണ്ട്. ഏതാണ്ട് CDSന്റെ 2011 സെൻസസിലാണെന്ന് തോന്നുന്നു ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് 13 ലക്ഷത്തോളം വീടുകൾ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു പോസ്റ്റ് ഫ്ലഡ്, ഇപ്പോൾ വയനാട്ടിൽ ഞങ്ങൾ നടത്തിയൊരു പഠനത്തിൽ 7% താഴെ മാത്രമാണ് എനി കൈൻഡ് ഓഫ് ഡെവലപ്മെൻറ്റ്, ടൂറിസം മാത്രമല്ല പറയുന്നത്, ലാൻഡ് അവൈലബിലിറ്റി വയനാട്ടിലുള്ളൂ. ഇടുക്കിയിൽ ഏതാണ്ട് അതേ സിമിലർ സിറ്റുവേഷൻ ആണുള്ളത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇനി ന്യൂ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിൻറ്റ് തന്നെയാണ്. അത്തരം കൺസ്ട്രെയിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഇപ്പോൾ 13 ലക്ഷം വീടുകൾ കൂടുതലും NRIസിൻ്റെ വീടുകളാണ്. തിരിച്ചു വരുന്ന ആളുകൾക്കൊരു ഇൻകം ജനറേഷനുള്ള സ്കോപ്പ് അതിലുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് ടൂറിസത്തിൻ്റെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാതെ ഈ ഒരു പ്രതിസന്ധിനെ മറികടക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവത്തിന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. നന്ദി. ശ്രീ സിയാനൂപ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം ഈ പാനലിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. നരിമാൻ പോയിന്റ് എന്ന പേരിൽ ബോംബെ യാത്രയെക്കുറിച്ചുള്ള ഒരു മികച്ച യാത്രാ വിവരണമുണ്ട്. ഈ അടുത്ത് അദ്ദേഹം നടത്തിയ സൗത്ത് ആഫ്രിക്കയെക്കുറിച്ചുള്ള യാത്രാനുഭവങ്ങളെക്കുറിച്ച് പുസ്തകവും ഈ അടുത്ത് DC പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട്. കാഥികനും നോവലിസ്റ്റുമാണ്. ശ്രീ സിയാനൂപ് എഴുത്തുകാരനായിരിക്കെ തന്നെ മാധ്യമപ്രവർത്തകനായ ഒരാളാണ്. ശ്രീ സുമേഷ് മംഗലശ്ശേരിയൊക്കെ സംസാരിച്ച പോലെ ടൂറിസം നമ്മുടെ പ്രകൃതിക്ക് ഏൽപ്പിക്കുന്ന, നമ്മുടെ സാമൂഹിക ജീവിതത്തിന് ഏൽപ്പിക്കുന്ന വലിയ പരിക്കുകളുണ്ട്. ഈ വലിയ പരിക്കുകൾ നമുക്കറിയാം. ടൂറിസം ഒരു ഉൽപ്പാദന മേഖല എന്ന നിലയിൽ ടൂറിസം ഉണ്ടാക്കുന്ന ഈ വലിയ പരിക്കുകൾ, വലിയ ഡാമേജുകൾ, അതേസമയം അതിന് വലിയ സാധ്യതകളുണ്ട്. എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ നിലയിൽ, ഒരു മാധ്യമപ്രവർത്തക നിലയിൽ ഈ പരിക്കുകളെ, ഈ സാധ്യതകളെ കാണുന്നത്? വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, ഒരുപക്ഷെ ഈ കോഴിക്കോട് ലോകത്തിലെ പ്രശസ്തരായ മിക്കവാറും നിരവധി എഴുത്തുകാർ അവർ സഞ്ചരിച്ച രാജ്യങ്ങളെക്കുറിച്ച്, അവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് അവർ യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ കോഴിക്കോടുള്ളവർക്ക് അഭിമാനിക്കാവുന്ന ഒന്ന്, മുഹമ്മദ് ഹനീഫ് പറഞ്ഞ പോലെ യാതൊരു സാങ്കേതികമായ സൗകര്യങ്ങളുമില്ലാത്ത സമയത്ത് സൗത്ത് ആഫ്രിക്കയിലെ ഒരു കവലയിൽ നിന്നിട്ട് മലയാളത്തിൽ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ അത് കേട്ടിട്ട് ഒരു മലയാളി അടുത്തേക്ക് വന്ന് എവിടെ നിന്നാണ് വരുന്നത്, എൻ്റെ വീട് കോഴിക്കോടാണ്,
എൻ്റെ പേര് SK പൊറ്റക്കാട് എന്ന പേരിൽ എഴുതുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെയും വീട് കോഴിക്കോടാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് SK പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ യാത്രാവിവരണം അല്ലെങ്കിൽ യാത്രയെക്കുറിച്ച് മലയാളിക്ക് യഥാർത്ഥത്തിൽ അവബോധം ഉണ്ടാകുന്നത് മലയാളിക്ക് അതിൻ്റെ ഒരു രസം ശരിക്കും പകർന്നു നൽകിയത് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായ SK പൊറ്റക്കാടാണ്. ഒരുപക്ഷെ അദ്ദേഹമൊക്കെ നിരവധി വൈകുന്നേരങ്ങളിൽ നടന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനതിന് ശേഷം SK പൊറ്റക്കാടിൻ്റെ വിവരണം വായിച്ച് മനസ്സുകൊണ്ട് ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയും എന്നാൽ പല കാരണങ്ങളാൽ അത് സാധ്യമാകാതിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ പലരും. SK പൊറ്റക്കാടിൻ്റെ വിവരണം വായിച്ചിട്ടാണ് എങ്ങനെയാണ് ഒരു രാജ്യം നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് അപരിചിതമായ ഒരു സ്ഥലത്തെ ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ അവിടുത്തെ ഏറ്റവും പ്രാദേശികമായ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ജീവിത വൈചിത്ര്യങ്ങളിലൂടെ എങ്ങനെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടതെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് SK പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണങ്ങൾ വായിച്ച സമയത്താണ്. അതിനേക്കാൾ മികച്ച യാത്രാവിവരണങ്ങൾ ഒന്നും തന്നെ മലയാളത്തിൽ ഇന്ന് വരെ ആരും എഴുതിയിട്ടുമില്ല. സക്രിയ പോലുള്ള ആൾക്കാർ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും SK പൊറ്റക്കാട് നടത്തിയതുപോലുള്ള യാത്ര അതൊരിക്കലും നമ്മൾ പിന്നൊരിക്കൽ പുസ്തകമാകുമെന്നോ അല്ലെങ്കിൽ നിരവധി വായനക്കാർ വായിക്കുമെന്നോ ഒന്നും പ്രതീക്ഷിച്ച് അദ്ദേഹം എഴുതിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ യാത്രയോടുള്ള ഭ്രാന്ത് പോലെ അത് ചിലർക്ക് വന്നു വീഴുന്ന ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം യാത്ര ചെയ്യാൻ മാത്രമാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചത്. എഴുത്തുകാരനാണ്, പക്ഷേ യാത്ര തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. എഴുത്തിലും അതിൻ്റെ ഒരുപാട് മികച്ച ഗുണങ്ങൾ നമുക്ക് കാണാനും കഴിയും. എനിക്ക് തോന്നുന്നത് ഞാൻ ജോലി സംബന്ധമായി നടത്തിയിട്ടുള്ള പല യാത്രകളുണ്ട്. അതൊന്നും തന്നെ ഒരിക്കലും നമുക്ക് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ജീവിതത്തിലൂടെ പോകാൻ ഒരിക്കലും കഴിയുന്ന യാത്രകളല്ല. സന്തോഷിനെ പോലുള്ള ആൾക്കാർ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള യാത്ര അതിനൊപ്പം അതിൻ്റെ ചിത്രീകരണവും പിന്നീട് അത് നമ്മളെ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അത് കാണിക്കുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും ഔദ്യോഗികമായ യാത്രകൾ നടത്തുമ്പോൾ നമുക്ക് ആ രീതിയിൽ വളരെ പ്രാദേശികമായ ജീവിതങ്ങളിലൂടെ പലപ്പോഴും പോകാൻ കഴിയില്ല. അതേസമയം നമ്മളുടെ പരിമിതമായ സാമ്പത്തികാവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് നടത്തുന്ന യാത്രകൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കൾക്കൊപ്പം നടത്തുന്ന യാത്രകളിലാണ് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ യഥാർത്ഥ ഹൃദയത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുക. അങ്ങനെ നടത്തിയ ചില യാത്രകളാണ് ഒരുപക്ഷെ ഏറ്റവും അവിസ്മരണീയമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുക. എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള യാത്രകളാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ ടൂറിസത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് അതിൻ്റെ സാങ്കേതികമായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ഇന്നത്തെ ഈ പ്രളയത്തിന് ശേഷമുള്ള കാലത്തെക്കുറിച്ചും വളരെ വിശദമായി ഇവർ മൂന്നാളും സംസാരിച്ചു. എനിക്ക് എഴുതാൻ ശ്രമിക്കുന്ന ആളെന്നുള്ള തരത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളി ശരിക്കും യാത്രയെക്കുറിച്ച് നന്നായിട്ട് ആലോചിച്ച് തുടങ്ങിയത് പ്രളയത്തിന് ശേഷമാണ്. കാരണം എന്തായാലും ഇവിടെ അത്ര സുരക്ഷിതമല്ല, അതുകൊണ്ട് യാത്ര ചെയ്ത് മറ്റേതെങ്കിലും രാജ്യത്ത് പോയി രക്ഷപ്പെടാമെന്ന് മലയാളി ആലോചിച്ച് തുടങ്ങിയത് പ്രളയത്തിന് ശേഷമാണ്. അതുവരെ മലയാളി അധികം യാത്ര ചെയ്യണം എന്നൊന്നും ആഗ്രഹിച്ചതായിട്ട് അങ്ങനെയുള്ള യാത്രകളൊന്നും മലയാളി ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്നതല്ലാതെ അധികം യാത്രകൾ നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രളയത്തിന് ശേഷം ഇവിടെ തീരെ സുരക്ഷിതമല്ല. അടുത്ത വർഷവും ഇതേപോലെ പ്രളയം വരും. അതിനു മുമ്പ് തമിഴ്നാട്ടിലേക്കോ മറ്റെവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം എന്ന് ഒരു കൂട്ടർ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഈ പ്രളയ സമയത്ത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ, ആലപ്പുഴയുള്ള ചില സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് ചോദിച്ചു അവിടെ സ്ഥലം വാങ്ങാൻ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്തായാലും അടുത്ത കാലത്തൊന്നും വെള്ളം കയറാൻ സാധ്യതയില്ലാത്ത സ്ഥലമായതുകൊണ്ട് അവിടെ കുറച്ച് സ്ഥലം വാങ്ങി നമ്മൾ വീടൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചാലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ മലയാളി വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ കൗശലത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അവർ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ വളരെ പ്രാദേശികമായി ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിന് നമ്മുടെ വളരെ പ്രാദേശികമായ ഭക്ഷണ രീതികളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളിലേക്കോ നമ്മുടെ തെയ്യത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഉത്സവങ്ങളിലേക്കോ ഒന്നുമല്ല ടൂറിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവരുന്നത്. പകരം കടൽത്തീരത്ത് വലിയ ഹോട്ടലുകൾ ഉണ്ടാക്കുക, അവർക്ക് പരമാവധി അവരുടെ ഡോളർ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുത്തുക. അതിന് ഈ സ്വകാര്യ വ്യക്തികളാണെങ്കിലും നമ്മുടെ മറ്റ് ഭരണ സംവിധാനങ്ങളാണെങ്കിലും അത്തരം കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിനെതിരെയുള്ള ഈ സന്തോഷ് പറഞ്ഞതുപോലുള്ള പ്രാദേശികതയിലേക്കുള്ള വിനോദസഞ്ചാര ശ്രമങ്ങളാണ് ശരിക്കും കേരളത്തിൽ നടക്കേണ്ടതെന്ന് തോന്നുന്നു. സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അത്തരം ശ്രമങ്ങൾ നടത്താൻ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലത്ത് സാധിക്കുമെന്ന് പ്രത്യാശിക്കാം. ശ്രീ ഹനീഷ് സാർ, നമുക്ക് സമയം പരിമിതമാണ്, ഏറെക്കുറെ 10 മിനിറ്റേ സമയമുള്ളൂ. ശ്രീ അനൂപൊക്കെ പറഞ്ഞ പോലെ ഈ കേരളത്തിൽ ഈ വലിയ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു. വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൻ്റെ അനന്തരഫലമായിട്ട് കേരളത്തിലെ ടൂറിസം വലിയ തിരിച്ചടി നേരിടുന്നുണ്ട്. കേരളത്തിലെ ടൂറിസ്റ്റുകൾ കേരളം വിട്ട് പുറത്തു പോകുന്ന, കേരളത്തിലെ ആളുകൾ തന്നെ ഈ കേരളത്തിലെ ജീവിതം സാധ്യമാണോ, കേരളത്തിൽ തുടർന്ന് ജീവിക്കുന്നത് സുസാധ്യമാണോ എന്ന് സംശയിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് നിലവിൽ നമ്മുടെ കേരള ടൂറിസം
കേന്ദ്രീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ പ്രകൃതി വിഭവങ്ങളിൽ, കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയിലൊക്കെയാണ്. ഇത്തരമൊരു സങ്കീർണമായ അന്തരീക്ഷത്തിൽ കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് എത്തിച്ചേരാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത് കയ്യെത്തിപ്പിടിക്കാവുന്ന പുതിയ മേഖലകൾ എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു ചോദ്യം വളരെ പെട്ടെന്ന് ചെറിയ സമയത്തിനകത്ത് പറയാൻ. അല്ല, ഇതിനകത്ത് പ്രളയം കഴിഞ്ഞു, പ്രളയാനന്തരമുള്ള കേരളം, അതിൻ്റെ ശേഷിപ്പുകളെല്ലാം തന്നെ പലപ്പോഴും ടൂറിസത്തിന് പാത്രീഭവിക്കുന്നുവെന്ന് നമ്മൾ ഈ നേപ്പാളിലെ കാത്മണ്ഡുവിൽ ചെന്ന് കഴിഞ്ഞാൽ ഭൂമി കുലുക്കം കഴിഞ്ഞിട്ട് അത് പലയിടത്തും പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് പക്ഷേ അതിലപ്പുറത്തേക്ക് നമ്മൾ ചില കാര്യങ്ങളിലേക്ക് പോകണം. കേരളീയമായതെന്ത്? ഭക്ഷണം, താമസം, ശീലങ്ങൾ, നാടൻ കലകൾ, അനുഷ്ഠാനങ്ങൾ, ഇവയിലെല്ലാം അധിഷ്ഠിതമായിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ എന്ന് നമ്മൾ ഒരുപാട് പറയുന്നുണ്ട്. റെസ്പോൺസിബിൾ ടൂറിസം എന്ന് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി നമ്മൾ ഇതിനകത്ത് കാണിച്ചു എന്നൊക്കെ സംശയാസ്പദമായ കാര്യമാണ്. അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ടൂറിസം എന്നൊക്കെ. ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ കൈവശമുള്ള വിഭവങ്ങൾ പ്രകൃതി സൗന്ദര്യം മാത്രം കാണിച്ചു കൊണ്ട് പോകുന്നതിന് പകരമായിട്ട് ഈ നാടിൻ്റെ സംസ്കൃതിയും പാരമ്പര്യവും ശീലങ്ങളും അധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു ഉൾക്കാഴ്ചയിലേക്ക് നമ്മുടെ ടൂറിസം നീങ്ങണമെന്നതാണ് എനിക്ക് തോന്നുന്ന കാര്യം. കേരള ടൂറിസത്തിന് ആ ഒരു രീതിയിലുള്ള ഒരു ശരിയായൊരു പാരഡൈം ഷിഫ്റ്റ്, ഒരു ഷിഫ്റ്റ് ഓഫ് ദ മോഡൽ, അത് വളരെ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയ ചിന്തകളുമായിട്ട് നമ്മുടെ കേരള ടൂറിസത്തിന് പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, നമ്മൾ കേരളത്തിൽ പുതിയ ടൂറിസ്റ്റ് സാധ്യത കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറയുന്നു. ടൂറിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട സങ്കല്പം തന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുകയുള്ളത്. കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് കേരളം പോലുള്ള വളരെ വളരെ ജനനിബിഡമായൊരു സ്ഥലത്ത് വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാകാനിടയുള്ളവരടുത്ത് ഈ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് വലിയ അപകടങ്ങൾക്കിടയാക്കില്ലേ? അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് അത് സാധ്യതയുള്ളേ? ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? കേരളം പോലുള്ള ജനസാന്ദ്രതയുള്ള നാടുകൾ ലോകത്ത് ധാരാളമുണ്ട്. അവിടേക്കൊക്കെ ടൂറിസം വളരെ വിജയകരമായിട്ട് നടത്തുന്ന നാടുകളുമുണ്ട്. നമുക്ക് ഈ വരുന്ന ടൂറിസ്റ്റുകൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് ടൂറിസ്റ്റ് അല്ലല്ലോ. സ്വാഭാവികമായിട്ടും നമ്മളുടെ ടൂർ ഓപ്പറേറ്റർമാർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ, നമ്മൾ തന്നെ രൂപപ്പെടുത്തുന്ന ഒരു പുതിയ ടൂറിസം കൾച്ചർ, ഇതൊക്കെയാണ് ഒരു ടൂറിസ്റ്റ് എവിടേക്കൊക്കെ പോകണം, എവിടെ താമസിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ബ്ലൂ മൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു വലിയ മലമ്പ്രദേശമുണ്ട്. അവിടെ ഒരു വനത്തിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോവുകയാണ്. നമ്മളുടെ പശ്ചിമഘട്ടത്തിലേക്ക് പോകുന്നത് പോലെ തന്നെയാണ്. പക്ഷേ അതിൽ വ്യത്യാസം ഇതാണ്, അവിടെ ആ വനപ്രദേശത്തേക്ക് കയറുന്നതിന് മുമ്പ് നമ്മളൊരു വിമാനത്തിലേക്ക് കയറുന്നത് പോലെയാണ്. അവിടെ എക്സ്റേ മെഷീനകത്തൂടെ നമ്മുടെ ബാഗ് സ്കാൻ ചെയ്യും, നമ്മളെ ഒരു മെറ്റൽ ഡിറ്റക്ടറിനകത്തൂടെ കടത്തിവിടും. തീപ്പെട്ടി മുതൽ ഭക്ഷ്യസാധനങ്ങൾ വരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് അവിടെ കളഞ്ഞിരിക്കും. നമ്മളുടെ കയ്യിൽ ഒരു ക്യാമറ അനുവദിക്കും, നമ്മുടെ വസ്ത്രം അനുവദിക്കും, പക്ഷേ ഒരു സാധനം അവിടെ പുറത്ത് കളയാൻ അനുവദിക്കില്ല. അതായത് നമ്മളുടെ ഒരു വേസ്റ്റ് അവിടെ ഇടാൻ സമ്മതിക്കില്ല, ഒരു തീപ്പെട്ടി അങ്ങ് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അതായത് നമ്മളിവിടെ ഇസഡ് കാറ്റഗറി സുരക്ഷ ഇവിടുത്തെ VVIPകൾക്കും എയർപോർട്ടുകൾക്കും വിമാനങ്ങൾക്കുമാണുള്ളതെങ്കിൽ ഓസ്ട്രേലിയയിൽ അത് വനത്തിനാണ്, വന്യജീവികൾക്കാണ്, അവിടുത്തെ സംസ്കാരത്തിനാണ് എന്നതാണ്. അവിടെ അബോറിജിനുകൾ അല്ലെങ്കിൽ അവിടുത്തെ ഗോത്രവർഗ്ഗങ്ങൾ ജീവിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് നമുക്ക് പോകാം, അവരോടൊപ്പം സമയം ചെലവഴിക്കാം. പക്ഷേ അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണവും കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണവും തമ്മിൽ താരതമ്യമില്ലെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത്രയേറെ ടൂറിസ്റ്റുകളെ അവർ ഹാൻഡിൽ ചെയ്യുന്നത് ഇത്തരത്തിൽ ശാസ്ത്രീയമായ സിസ്റ്റങ്ങളാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, സഞ്ചാരത്തിൽ പറഞ്ഞ് മടുത്തു കഴിഞ്ഞൊരു കാര്യമാണ്, വീണ്ടും പറയുകയാണ്, സമാനമായ നിരവധി രാജ്യങ്ങൾ, പ്രദേശങ്ങൾ ടൂറിസത്തെ വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. ലോകത്ത് നമുക്ക് മാതൃകകൾ 100 കണക്കിനുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ പോയ ഫിജി പോലും എങ്ങനെയാണ് ഗോത്രവർഗ്ഗങ്ങളെ ടൂറിസത്തിൻ്റെ ഭാഗമാക്കാം. നവാല എന്ന് പറയുന്ന ഒരു ഗോത്ര ഗ്രാമത്തിൽ ഞാൻ പോയി. അത് ടൂറിസം അവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, എന്നാൽ അവരുടെ സംസ്കാരത്തെ ഒട്ടും അത് ഹനിക്കുന്നുമില്ല. ഞാൻ ചെന്ന ദിവസം അവിടെ ഗോത്ര മൂപ്പൻ്റെ നേതൃത്വത്തിൽ ഗ്രാമസഭ കൂടുകയാണ്. എന്നെ ആ ഗ്രാമസഭ ഒന്ന് കാണിച്ചു, 2 ഫോട്ടോ എടുക്കാൻ അനുവദിച്ചു, മാറിക്കോളാൻ പറഞ്ഞു. അന്ന് സാധാരണഗതിയിൽ ആ ഗോത്ര മൂപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു ചടങ്ങ് നടത്തിയാണ് നമ്മളെ സ്വീകരിക്കുക. കാവ സെറിമണി എന്ന് പറഞ്ഞൊരു സെറിമണി. അത് സദ്യ ഒരു പാനീയം ഉണ്ടാക്കി നമ്മളെ സൽക്കരിക്കുകയാണ്. മൂപ്പൻ വേറൊരാളെ ചുമതലപ്പെടുത്തി, ഇന്ന് ഗ്രാമസഭ കൂടുന്നതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല, നീ കാവ സെറിമണി നടത്തി ഇദ്ദേഹത്തെ വേണ്ട കാഴ്ചകളൊക്കെ കാണിച്ച് തിരിച്ചുവിട്. അതിന് നല്ലൊരു തുക ഫീസായിട്ട് വാങ്ങുന്നു. ആ ഗ്രാമം കാണുന്നതിന്
ആ ഗ്രാമത്തിൽ നിന്ന് എനിക്ക് ഭക്ഷണം തന്നു, ഈ ചടങ്ങുകളെല്ലാം നടത്തി, അവരുടെ ഭരണ സംവിധാനം നമ്മൾ കാണിച്ചു തന്നു. അപ്പോൾ ലോകത്ത് ഇഷ്ടം പോലെ മാതൃകകളുണ്ട്, നമുക്കും മാതൃകയാക്കാം. നമ്മളിവിടെ ഇരുന്ന് തലപുണ്ടാക്കി ഈ ബീച്ചിലെ വെയിലും കൊണ്ടിരുന്ന് എങ്ങനെ കേരളത്തെ നന്നാക്കാമെന്ന് ഇവിടെ കിടന്ന് റിസർച്ച് ചെയ്ത് തലകുത്തി പറയേണ്ട ഒരു കാര്യവും ഇല്ല. സെൻസിബിളായ 4 യാത്രകൾ നടത്തിയാൽ ഇതിനെല്ലാം ഉള്ള സൊല്യൂഷൻസ് നമ്മുടെ മുമ്പിലുണ്ടെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു പോസ്റ്റ് ഫ്ലഡ് സെനാരിയോയിൽ കേരളത്തിന് ടൂറിസം നേരിടുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ സാധ്യതകളൊക്കെയാണ് നമ്മൾ ഈ ചെറിയ സമയം കൊണ്ട് ചർച്ച ചെയ്തത്. ഏതായാലും ഈ സെഷനിൽ പങ്കെടുത്ത് നമ്മൾ മുന്നോട്ട് വെച്ച പ്രശ്നത്തെ മുൻനിർത്തി ചർച്ച നടത്തിയ ശ്രീ മുഹമ്മദ് ഹനീഷ് IAS, ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, എഴുത്തുകാരനായ ശ്രീ അനൂപ്, ശ്രീ സുമേഷ് മംഗലശ്ശേരി എന്നിവർക്ക് നന്ദി.